കളിക്കുന്നുണ്ടോ? അപ്പുമോനെ, ഇളകി നിൽക്കുന്നു. അമ്മ അമ്മയ്ക്ക് കൊണ്ടുവന്നു. അമ്മ ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ 4 മണിയൊക്കെ ആയപ്പോൾ അലാറം വെച്ചതാട്ടോ. പക്ഷെ ഇപ്പോൾ സമയം 6 മണിയായി. എനിക്ക് ഭയങ്കര ക്ഷീണം. ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. പക്ഷെ സാരമില്ല, പെട്ടെന്ന് പണിയൊക്കെ തീർക്കും. നമ്മൾ തൊട്ട് മുമ്പിട്ട വ്ളോഗ് ഉണ്ടല്ലോ, അതിന്റെ ബാക്കിയാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ മീനൊക്കെ മുറിച്ചിട്ട് കിടന്ന് ഉറങ്ങിയപ്പോൾ രാത്രി ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ എനിക്ക് ഇത്രയും ക്ഷീണം തോന്നാൻ കാരണം. രാവിലെ എഴുന്നേറ്റിട്ട് മുഖം കഴിയുമ്പോഴാണ് കേട്ടോ വെള്ളത്തിനൊക്കെ ഇത്രയും തണുപ്പുണ്ടോ എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ മുഖമൊക്കെ കഴുകി അത് നന്നായിട്ട് തുടച്ചു. ഞാൻ ക്ലെൻസർ ഉപയോഗിച്ചാണ് കേട്ടോ ഇപ്പം മുഖം കഴുകുന്നത്. ഫേസ് വാഷ് യൂസ് ചെയ്യാറില്ല. എന്നിട്ട് നേരെ അങ്ങ് അടുക്കളയിലേക്ക് കയറുകയാണ്. കാരണം അപ്പുക്കുട്ടനും ഏട്ടനും ഇന്ന് സ്കൂളിലും ജോലിക്കും ഒക്കെ പോകണം. 2 പേർക്കും ചോറൊക്കെ കൊണ്ടുപോകാനും ഉണ്ട് കേട്ടോ. അടുക്കളയിൽ വന്നിട്ട് സാധാരണ ഞാൻ ആദ്യം ജനലൊക്കെ അങ്ങ് തുറന്നിടും. ഇപ്പം നേരം വെളുത്തിട്ടില്ല കേട്ടോ, 6 മണി ആയിട്ടുണ്ടെങ്കിലും. അപ്പം ഞാൻ പെട്ടെന്ന് ചോറൊക്കെ അങ്ങ് തിളപ്പിക്കാൻ വേണ്ടി എടുത്ത് വെക്കുകയാണ്. ഞാൻ ഈ അരി ഇന്നലെ തിളപ്പിച്ചിട്ട് നമ്മുടെ ഇൻഡക്ഷനിൽ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചു. പിന്നെ മീനൊക്കെ ഒന്നും കൂടെ തിളപ്പിക്കാൻ വേണ്ടി എടുത്ത് വെച്ച് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ അമ്മുമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ കോവയ്ക്ക, അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച്. ഇനി ഇത് അരിയണം, മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. മീൻ നന്നായിട്ട് തവി എടുക്കാതെ ഞാൻ കൈകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം അപ്പുക്കുട്ടന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ചേച്ചി കറക്റ്റായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ സംഭവങ്ങളെല്ലാം അങ്ങ് എടുത്തിടണം. എന്നിട്ട് നമുക്ക് എന്തോരം മാവാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ മാവ് അതിലോട്ട് തട്ടിയിട്ട് പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. നെയ്യുടെ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ കതക് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇരുട്ടായിട്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഏട്ടനൊക്കെ എഴുന്നേറ്റു. അതുകൊണ്ട് പിന്നെ കഥകൊക്കെ തുറന്നപ്പോൾ നല്ല തണുത്ത കാറ്റും ഉണ്ട്. എന്നിട്ട് നമ്മളിത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോതമ്പ് പൊടി ഉപ്പും നെയ്യും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് ഒരു കുറച്ച് സെക്കൻഡുകൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കിക്കൊണ്ട് നിൽക്കണം. പിന്നെ വെള്ളം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കുകയേ ചെയ്യരുത്. അപ്പം ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടും. ഞാനാണെങ്കിൽ കുറച്ച് അധികം നേരം ഇട്ട് കറക്കും കേട്ടോ. കാരണം നമ്മൾ എന്തോരം ഇടിച്ച് ചെയ്യുന്നോ അത്രയും ചപ്പാത്തി സോഫ്റ്റ് ആവുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തിട്ട് കുറച്ച് അധികം നേരം കറക്കും. അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിരിക്കും കേട്ടോ മാവ്. ആദ്യമായിട്ട് ഇതിൽ ചെയ്തപ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഗോതമ്പ് ദോശ ചുടാനുള്ള പരുവത്തിൽ എനിക്ക് കിട്ടിയത്. പിന്നെ ഞാൻ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കയ്യോടെ അവിടെ അങ്ങ് തുടച്ചിട്ട് കേട്ടോ. കാരണം ചപ്പാത്തി ഉണ്ടാക്കാൻ സമയമാകുമ്പോഴത്തേന് ഇവിടെ ഇട്ട് ഞാനിപ്പോൾ ചപ്പാത്തി പരത്തുന്നത് സിങ്കിൻ്റെ അടുത്തിട്ട് പരത്തണ്ടെന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മിക്സിയുടെ അടുത്ത് വെച്ചാണ് കേട്ടോ ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ആ ഒരു ജാറിൻ്റെ അകത്തുനിന്ന് ഗോതമ്പെല്ലാം അങ്ങ് എടുത്തിട്ട് ഞാൻ ഒന്നും കൂടെ കൈക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കും കേട്ടോ. കയ്യോടെ തന്നെ അതെല്ലാം അങ്ങ് കഴുകി മാറ്റി വെക്കുകയാണ്. കാരണം ഇല്ലെങ്കിൽ ഈ സിങ്ക് തികയത്തില്ല, ഇത് നിറച്ച് പാത്രങ്ങളായിരിക്കും. അങ്ങനെ അതെല്ലാം കഴുകി മാറ്റി വെച്ചിട്ട് അരി ഊറ്റാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അരി ഒന്നുകൂടെ തിളച്ചു. അപ്പോൾ ആ ഒരു അടപ്പും കൊണ്ട് എനിക്ക് ഊറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് ഞാൻ അരി ഊറ്റുന്ന അടപ്പ് അതിലോട്ടങ്ങ് എടുത്ത് വെക്കുകയാണ്. അപ്പം ഞാൻ ഇനി ഇത് കുഞ്ഞു ഉരുള ആക്കുന്നതിന് മുമ്പ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു നല്ല റൗണ്ടാക്കി എടുക്കും കേട്ടോ. എന്നിട്ട് ഇതാ ചെറിയ ബോൾസ് ആക്കിയിട്ട് ചപ്പാത്തി എടുക്കുകയാണ്. അപ്പോൾ പരത്തി എടുക്കാൻ നല്ല രസമായിരിക്കും. ചിലർ അപ്പാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത്. ഞാനിങ്ങനെ ഉരുട്ടി വച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ മീൻ വറുത്തത്. മറ്റേ ഞാനാണെങ്കിൽ ഫ്രീസറിൻ്റെ അകത്താണ് കേട്ടോ വയ്ക്കാറുള്ളത്. അപ്പോൾ എനിക്ക് കമൻറ്റിൽ കൂടെ പറഞ്ഞു തന്നു, ചേച്ചി അങ്ങനെ വെക്കേണ്ട കാര്യമില്ല, താഴെ വെച്ചാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ താഴെ വച്ചിട്ടുള്ള കാര്യം ഓർത്തത് അതെടുത്ത് പുറത്ത് വെച്ച് കേട്ടോ മീൻ വറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉരുളകളെല്ലാം ഉരുട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗോതമ്പ് പൊടി തൂകി ഒന്നിങ്ങനെ തട്ടിക്കൊടുത്തപ്പോൾ ആ ഒരു ഗോതമ്പ് പൊടി എല്ലായിടത്തും ആയി. ഇനിയിപ്പം നമുക്ക് കറക്റ്റായിട്ട് പരത്തിയെടുക്കാം.
അങ്ങനെ ചപ്പാത്തിയൊക്കെ പെട്ടെന്ന് അങ്ങ് പരത്തിയെടുക്കുകയാണ് കേട്ടോ. പണ്ടൊക്കെ ചപ്പാത്തി പരത്തുവാണെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഷേപ്പിലാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ വിചാരിച്ചു എങ്കിൽ മീൻ വറക്കാൻ അങ്ങ് വെക്കാമെന്ന്. ഈ ചപ്പാത്തി പരത്തുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് കേട്ടോ ഈ 100 പണിക്ക് ഓടുന്നത്. എണ്ണ ചൂടാകുന്നതിന് മുമ്പേ ഞാൻ കരിയാപ്പില എല്ലാം കൂടെ വാരിപ്പറക്കി അങ്ങ് ഇട്ട് കേട്ടോ. അതുകൊണ്ടാണ് പൊട്ടിത്തെറിക്കാത്ത. ഇല്ലെങ്കിൽ പിന്നെ ഷൂ എന്നും പറഞ്ഞ് സൗണ്ട് കേട്ട് നമ്മുടെ ദേഹത്തോട്ടൊക്കെ പൊട്ടിത്തെറിക്കും. അങ്ങനെ എണ്ണ ചൂടാകുമ്പോഴത്തോരും നമ്മുടെ കരിയാപ്പില പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഞാൻ നമ്മുടെ അരപ്പ് തേച്ച് വെച്ചേക്കുന്ന മീൻ എടുത്ത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴത്തും പറയുന്ന പോലെ പുതിയതായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മീൻ വെക്കുമ്പോൾ ഇതുപോലെ അനക്കി കൊടുക്കുന്നത് അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. തിരിച്ചിടുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് തിരിച്ചിടാൻ പറ്റും. അപ്പോൾ ഓരോ മീൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അനക്കി കൊടുക്കുക. അങ്ങനെ മീനെല്ലാം അടുപ്പത്തോട്ട് വെച്ചിട്ട് ഞാൻ നേരെ വന്ന് ബാക്കി ചപ്പാത്തികളെല്ലാം അങ്ങ് പരത്തി എടുക്കുകയാണ് കേട്ടോ. നമുക്ക് അല്ലെങ്കിലും നമ്മൾ ധൃതി പിടിച്ച് ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് 8ന്റെ പണി കിട്ടാറില്ലേ? അങ്ങനെ എനിക്കിന്നൊരു 8ന്റെ പണി കിട്ടിയായിരുന്നു. കാര്യം എന്തുവെന്ന് ഞാൻ പറയാം. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ ഒരുവിധം പരത്തി അങ്ങ് എടുത്തു. അങ്ങനെ ചപ്പാത്തി എല്ലാം പരത്തി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മീനിൻ്റെ ഒരു സൈഡ് കുറച്ച് മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതെല്ലാം അങ്ങ് തിരിച്ചിടാന്ന്. ഞാൻ തിരിച്ചിടാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ കരണ്ടി അല്ല കേട്ടോ. ഒന്നെങ്കിൽ ഇതുപോലെ ഫോർക്ക് എടുക്കും, അതല്ലെങ്കിൽ പിച്ചാത്തി എടുക്കും കേട്ടോ. ഇത് രണ്ടും കൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും മീനെല്ലാം തിരിച്ചിടാൻ എടുക്കുന്നത്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു കരണ്ടി കൊണ്ടും നമുക്ക് തിരിച്ചിടാൻ പറ്റത്തില്ല കേട്ടോ. കരണ്ടിന്ന് ഉദ്ദേശിച്ചത് തവിയാണ്, സ്പൂണാണ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്ന് സീച്ചേട്ടൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പഠിച്ചതാണ് കരണ്ടിന്ന്. ഇടയ്ക്ക് വന്ന് അച്ഛനും മോനും എന്തെടുക്കുവാന്ന് റൂമിൽ ഞാനൊന്ന് നോക്കും കേട്ടോ. അപ്പോൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഏട്ടൻ ഏതോ ജോലി ചെയ്യുവാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. എങ്കിൽ അല്ല, ഏതോ സിനിമ ഡൗൺലോഡ് അങ്ങാണ്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പുക്കുട്ടൻ നല്ല ഉറക്കമാണ്. തിരിച്ച് വന്ന് ബാക്കി ചപ്പാത്തി ഒരു 2 3 അങ്ങാണ്ട് ഇരിക്കുന്നതൂടെ പരത്താന്ന് വിചാരിച്ചപ്പോൾ കൈ തട്ടി ദിവസവും നടക്കുന്ന പോലെ പ്ലേറ്റ് പൊട്ടി. പക്ഷേ പ്ലേറ്റിൻ്റെ മുകളിൽ ഞാൻ പരത്തി വെച്ചേക്കുന്ന ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ചപ്പാത്തി വേസ്റ്റായി. ചപ്പാത്തി പരത്തിക്കൊണ്ട് നിന്നതാ, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കൈ തട്ടി അത് നിലത്ത് വീണ് പൊട്ടി. അതുകൊണ്ട് ചപ്പാത്തിയൊക്കെ 4 പോയി കേട്ടോ. ഇനി 3 ചപ്പാത്തിയും ആ കുഞ്ഞു ചപ്പാത്തി ഇല്ലേ അവസാനം വന്ന് അതേ ഉള്ളൂ, അത് മതി. അരി തളച്ചത് ഞാനങ്ങ് ഊറ്റി മാറ്റി വെക്കുകയാണ് കേട്ടോ. അരി തളച്ച ഉടനെ കുറച്ച് നേരം ഒന്ന് വച്ചിട്ടാണ് ഞാൻ ഊറ്റുന്നത്. അങ്ങനെ അത് സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ച്. സത്യം പറഞ്ഞാൽ അരി ഊറ്റാൻ വേണ്ടിയുള്ള ഒരു കമ്പി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലും എളുപ്പം എനിക്ക് ഇതാന്ന് തോന്നിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ കേട്ടോ ചെയ്യാറുള്ളത്. ചപ്പാത്തിക്ക് കറി ഞാൻ സെപ്പറേറ്റ് ഒന്നും ഇന്ന് ഉണ്ടാക്കുന്നില്ല. കാരണം ഇന്നലത്തെ കടലക്കറി കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തോട്ട് അങ്ങ് മാറ്റി വെച്ചു. ഇന്നലെ രാവിലെ കടലക്കറി വെച്ചത് ഞാൻ കുറച്ച് അധികം വെച്ചു കേട്ടോ. എന്നിട്ട് ചൂടാറി കഴിഞ്ഞപ്പോൾ അതുപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അതുകൊണ്ട് രാവിലെ എനിക്ക് കടലക്കറി ഉണ്ടാക്കേണ്ടി വന്നില്ല. കുറച്ച് അതാ മൊത്തം കടലക്കറി എടുക്കേണ്ടി വന്നില്ല കേട്ടോ. കാരണം ചപ്പാത്തി ഇന്ന് കുറവല്ലേ. അതുകൊണ്ട് കുറച്ച് കടലക്കറി എടുത്ത് ഞാൻ നന്നായിട്ട് ചൂടാക്കി. അപ്പോൾ രാവിലെ ചപ്പാത്തിയും കടലക്കറിയും അച്ഛൻ്റെയും മോൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ചോറിന് മീൻകറിയുണ്ട്, മീൻ വറുത്തമുണ്ട്, മോരുകറിയുണ്ട്. പിന്നെ ഈ കോവയ്ക്ക അരിയാനുള്ള സമയം കിട്ടിയാൽ പെട്ടെന്ന് ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെ ആക്കിയിട്ട് കൊടുത്തുള്ളൂ. ഈ വീട്ടിൽ എനിക്ക് മാത്രമാണ് ഈ കോവയ്ക്കാൻ മെഴുക്കുവരട്ടിയോട് ഇത്ര ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് കോവയ്ക്കാൻ മെഴുക്കുവരട്ടി അരിഞ്ഞ് തീർക്കുവാണെങ്കിൽ ചോറിന് കൊടുത്തു വിടാന്ന് പറഞ്ഞത്. അപ്പം ഞാൻ വാടയില അങ്ങ് വാട്ടുകയാണ് കേട്ടോ. ഇന്നലെ മീൻകറി ഇങ്ങനെ നമ്മൾ അടപ്പിന് പകരം അടച്ചു വെച്ചിട്ടുണ്ടായതുകൊണ്ട് നടുക്ക് ഭാഗം എല്ലാം അങ്ങ് വാടി ഓൾറെഡി ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് സൈഡ് മാത്രം ഒന്ന് വാട്ടിയെടുത്താൽ മതിയായിരുന്നേ. അങ്ങനെ ഇലയൊക്കെ വാട്ടി സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത ചട്ടി അടുപ്പത്തോട്ട് വെച്ച് ഞാൻ ചപ്പാത്തി അങ്ങ് ചുടുകയാണ്. കുറേ ചപ്പാത്തി പോയോണ്ട് തന്നെ നമുക്കിന്ന് വളരെ കുറച്ച് ചപ്പാത്തിയെ ചുട്ടെടുക്കാനുള്ളൂ. അങ്ങനെ അത് ഓരോന്നെല്ലാം ഞാൻ എടുത്ത് ചുട്ടങ്ങ് മാറ്റുകയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ പണ്ട് അടുപ്പിലിട്ടിങ്ങനെ പൊങ്ങിച്ചെടുക്കുമായിരുന്നു, ഇങ്ങനെ വീർപ്പിച്ചു വരുമായിരുന്നു. പക്ഷെ അത് വിഷമാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചു വെറുതെ നിന്ന് ചപ്പാത്തി ചൂടണ്ട, അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കോവയ്ക്ക അരിഞ്ഞെടുക്കാമെന്ന്. സാധാരണ ഞാനിങ്ങനെ നീളത്തിലാണ് കേട്ടോ കോവയ്ക്ക അരിഞ്ഞെടുക്കാറുള്ളത്. ഇന്ന് ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് റൗണ്ടിൽ അരിഞ്ഞെടുത്തു. അപ്പോഴത്തേനും നമ്മുടെ ചപ്പാത്തി അവസാനത്ത് ഞാൻ ചുട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഈ ചട്ടി നേരെ വെള്ളത്തിലിടരുതെന്ന് അമ്മ എന്നോടൊരു 100 തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കേൾക്കത്തില്ല കേട്ടോ. അത് അതുപോലെ എടുത്തിട്ട് ആ ചട്ടി എടുത്ത് നമ്മുടെ സിങ്കിൻ്റെ അകത്തിട്ട് വെള്ളം അങ്ങ് തുറന്നു വിടും. അപ്പോൾ ഈ പുക വരുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഒരു പ്രത്യേക തരം ജീവിതമാണ് എൻ്റെ. അങ്ങനെ ചപ്പാത്തിയൊക്കെ എടുത്ത് മാറ്റി വെച്ച് ബാക്കി കോവയ്ക്കെല്ലാം അങ്ങ് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുത്തു. എന്നിട്ട് കുടിക്കാൻ വെള്ളം വെക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇവിടെ ചൂടുവെള്ളം കുടിക്കുന്നത് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ചൂടുവെള്ളം ആറി തണുത്തത് കുടിക്കാൻ ഇഷ്ടമാണ്. ചൂടോടെ വെള്ളം കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഏതൊരു സാധനവും ഭയങ്കര ചൂടോടെ കഴിക്കാൻ ഭയങ്കര പാടാണ് എനിക്ക്. അങ്ങനെ ഏട്ടന് കുടിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം തിളപ്പിക്കാൻ പിടിക്കുകയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാത്രം കഴുകി വെക്കുന്നുണ്ട് ഈ ഒരു
ചട്ടി ഉണ്ടല്ലോ, ചട്ടിയല്ല കലം അവിടെ വെച്ച് വെള്ളം പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ പിടിച്ച് നിന്നുകൊണ്ട് വേണം വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെള്ളമെല്ലാം അടുപ്പത്തോട്ടങ്ങ് വെച്ചിട്ട് ഞാൻ ഏട്ടനുള്ള ചോറ് പൊതിയാണ്. നില കുറച്ച് പൊട്ടിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നടുക്ക് വേറൊരു ഇലയും വെച്ചിട്ടുണ്ട്. അങ്ങനെ വറുത്തമീൻ നിറച്ച് വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് അച്ചാറും തോരനും വെച്ചിട്ട് ആ ഇല അങ്ങ് പൊതിഞ്ഞു. എന്നിട്ട് ചെറിയൊരു പാത്രമാണ് കേട്ടോ ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ അകത്തിരിക്കുന്ന ഒരു പാത്രങ്ങളും ആവശ്യമില്ല. ഇതല്ലെങ്കിൽ ആർക്കെങ്കിലും പറക്കി കൊടുത്താലോ എന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പാത്രങ്ങളെ എനിക്ക് ആവശ്യമുള്ളൂ, അത് മാത്രം മതി കേട്ടോ. കാരണം നമുക്ക് കഴുകി വെക്കാനും ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ ഏട്ടൻ്റെ ചോറൊക്കെ പൊതിഞ്ഞ് മീൻകറി എടുത്ത് വെച്ചു. എന്നിട്ട് കോവയ്ക്ക മെഴുക്കുവരട്ടി ഞാൻ അങ്ങ് ഉണ്ടാക്കുകയാണ്. ഏട്ടന് കോവയ്ക്ക മെഴുക്കുവരട്ടി വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ എന്നോട് ചോദിച്ചപ്പോൾ. രാവിലെ നമുക്ക് കുറച്ച് ഗുളികകളൊക്കെ കഴിക്കാനുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഇങ്ങനെ വൈറ്റമിനും അതും ഇതുമൊക്കെ തന്നെയാണ്. അപ്പം മൈഗ്രെയിൻ്റെ മറ്റേ ഹോമിയോയുടെ മരുന്നുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ആദ്യം ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ചപ്പാത്തിയും കടലക്കറിയും കൂടെ കൂട്ടിയിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ സമയം എടുത്തിട്ടാണ് ഞാൻ കഴിച്ചത്. എന്നിട്ട് ആ പാത്രം കയ്യോടെ കൊണ്ടുപോയി കഴുകിയിട്ട് നമ്മൾ ഇന്നലെ രാത്രിയിൽ തുണി നനയ്ക്കാനിട്ടായിരുന്നു കേട്ടോ, ഉറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ അത് കഴുകിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് വിരിക്കണം. പിന്നെ അപ്പുക്കുട്ടൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കണം. കാരണം യൂണിഫോമിൻ്റെ ഡ്രസ്സുകളെല്ലാം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടേ ഇനി ഞാൻ താപ്പോട്ട് വരത്തുള്ളൂ. എന്നിട്ടേ ഞാൻ അപ്പുക്കുട്ടനെ വിളിച്ച് ഉണർത്തത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ പുറയേന്ന് അവൻ മാറത്തില്ല. അങ്ങനെ അവൻ്റെ ഡ്രസ്സെല്ലാം അയൺ ചെയ്തിട്ട് നമ്മൾ ബാക്ക് വശത്തെ ആ ഒരു സിറ്റ് ഔട്ടിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ, ബാൽക്കണിന്നും പറയാം, ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു ആ മുകളിലത്തെ അവസ്ഥ കേട്ടോ. പക്ഷേ ഇപ്പോഴത്തേന് അവർ മരമൊക്കെ മുറിച്ചു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ മുകളിൽ ഫുള്ള് തേക്കലയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സീനായിട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം കണ്ട് നോക്കി നിന്നിട്ട് ഞാൻ പെട്ടെന്ന് വാഷിംഗ് മെഷീനിൽ നിന്ന് തുണികളെല്ലാം എടുത്തു. എൻ്റെ നാക്ക് ഇടയ്ക്ക് ഇതുപോലെ ബിന്ദു പണിക്കരാവട്ടോ, മറ്റേ സിനിമയ്ക്കകത്തെ പോലെ എല്ലാം തലതിരിഞ്ഞേ പറയത്തുള്ളൂ. അതിനെൻ്റെ കൂട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും മൊത്തം ഏത് സമയം എന്നെ കളിയാക്കലാണ്. അങ്ങനെ തുണിയെല്ലാം എടുത്തിട്ട് നേരെ വിരിക്കാൻ വേണ്ടി അങ്ങ് മുകളിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തുണി നമുക്ക് അവിടെ നിന്ന് എടുക്കാനും ഉണ്ട്, ഇത് വിരിക്കാനും ഉണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാട്ടോ ആലോചിക്കുന്നത്, ഇത്രയും സ്പീഡിൽ നമുക്ക് പണി ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്ന്. ഞാൻ കുറച്ച് സമയം എടുത്താട്ടോ ഇതെല്ലാം വിരിക്കുന്നത്. കാരണം ഒരുപാട് തുണികളൊക്കെ വിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഉണങ്ങിയ തുണിയെല്ലാം പറക്കിയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ ഒരു കസേര ഇട്ടേക്കുന്നത്. എന്നിട്ട് പോകുമ്പോൾ അത് ഒരുമിച്ച് വാരി പറക്കിക്കൊണ്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ തുണികളെല്ലാം ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഞാൻ ഹൗവൈ ഷൺമുഖിയെ പോലെ പെട്ടെന്ന് പണികളെല്ലാം അങ്ങ് തീർത്ത് കേട്ടോ. അങ്ങനെ നനഞ്ഞ തുണിയെല്ലാം വിരിച്ചിട്ട് ഉണങ്ങിയ തുണിയെല്ലാം കൂടെ കെട്ടിപ്പറക്കിയെടുത്ത്, ഇതൊക്കെ ഒരു നൂലിന്മേൽ കളിയാണ് കേട്ടോ. അതെല്ലാം കൂടെ എടുത്ത് താഴെ കൊണ്ടുവന്ന് താഴത്തെ മുകളിലത്തെ ബെഡ്റൂമിലാണ് കേട്ടോ നമ്മൾ ഈ ഉണങ്ങിയ തുണിയൊക്കെ ഇടുന്നത്. ആ കട്ടിലേ കൊണ്ടുവന്ന് ഞാനങ്ങ് ഇട്ടു. എന്നിട്ട് അപ്പൂൻ്റെ ഡ്രസ്സ് നമ്മൾ ഓൾറെഡി തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഡ്രസ്സും എടുത്ത് മുകളിലത്തെ കതകും അടച്ച് നേരെ താഴോട്ട് പോവാണ്. കാരണം നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി അടുപ്പത്തിരിപ്പുണ്ട്. ഞാൻ വളരെ കുറഞ്ഞ തീയിലിട്ട് അടച്ചു വെച്ചിട്ടാട്ടോ വന്നത്. ചെന്നപ്പോഴത്തേന് അത് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. അതങ്ങനെ നന്നായിട്ട് ഇളക്കി വരട്ടി എടുത്തിട്ട് ആ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തു. ഇനി ചെന്ന് അപ്പുക്കുട്ടനെ വിളിക്കാം. കാരണം ഇനി അവൻ വന്നിട്ട് അവൻ എൻ്റെ പുറകെ നടക്കും കേട്ടോ. അപ്പോൾ അവന് പുറയിൽ നടക്കാൻ ഇനി സമയമുണ്ടല്ലോ. കാരണം അവൻ്റെ ചോറായി, അതുപോലെ തന്നെ ഡ്രസ്സെല്ലാം എടുത്തു വെച്ചു. ഇനി വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പുക്കുട്ടനെ വിളിക്കാൻ വേണ്ടി പോവാണ്. അപ്പുമോനെ, അപ്പുമോനെ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റ് വാ, സമയായി. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അമ്മയുടെ പൊന്നു വായോ. ഗുഡ് മോർണിംഗ്. ലേറ്റായി വാ. ഓണ്ടാ സൈഡിൽ മടക്കി വെച്ചിട്ടുണ്ട്, കട്ടിലടിയിലോട്ട് പോയി കാണും. നിലത്താ വെച്ചേ നിന്റെ പേപ്പർ. കിട്ടിയോ? വേഗം വാ, പല്ലേക്ക്. അപ്പുക്കുട്ടൻ പറയാം അമ്മ പേസ്റ്റ് എടുത്ത് തന്നാൽ മതി എന്ന്. അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാവോ? അപ്പുക്കുട്ടനാണെങ്കിൽ പരസ്യത്തിലൊക്കെ ഇങ്ങനെ നമ്മൾ പേസ്റ്റ് ബ്രഷിൻ്റെ ആറ്റം തൊട്ട് ഈ അറ്റം വരെ തേക്കുന്ന കണ്ടല്ലോ. അങ്ങനെ ഒരു തവണ തേച്ചിട്ട് വായെല്ലാം കൂടെ അയ്യോ നീർന്നീന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അതിൽ പിന്നെ എന്നോടുത്ത് എനിക്ക് അമ്മ പേസ്റ്റ് എടുത്ത് തന്നാൽ മതി എന്ന് അവൻ പറയും കേട്ടോ. അങ്ങനെ ഞാൻ അവന് പേസ്റ്റൊക്കെ എടുത്ത് കൊടുത്തപ്പോഴത്തേന് അവൻ പല്ലൊക്കെ തേച്ച്. ഇപ്പം അപ്പുക്കുട്ടൻ്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഞാൻ അവന് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം കുറച്ചുകൂടെയൊക്കെ വലുതായി കഴിഞ്ഞാൽ പിന്നെ അവർ പറയത്തില്ലല്ലോ ചെയ്തു തരാൻ വേണ്ടി.
വേണ്ടിയിട്ട്. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ അവനെല്ലാം ചെയ്തു കൊടുക്കും കേട്ടോ. അവൻ്റെ പല്ലൊക്കെ തേപ്പിച്ച് അവനെ കുഞ്ഞു വാവേനെ പോലെ നോക്കും. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അവൻ തന്നെത്താനാണ് കേട്ടോ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവൻ പല്ലൊക്കെ തേച്ച് വായൊക്കെ കഴുകിയപ്പോഴത്തേനും ഞാൻ പറഞ്ഞു ടൈം ടേബിളൊക്കെ എടുത്ത് വെക്കാൻ. അങ്ങനെ അപ്പുക്കുട്ടൻ ടൈം ടേബിളൊക്കെ എടുത്ത് വെക്കുകയാണ്. ഈ ഒരു അപ്പു പഠിക്കുന്ന സ്റ്റാൻഡ് ഒരുപാട് പേര് ചോദിച്ചു ഇത് എവിടെ നിന്ന് വാങ്ങിയതാണെന്ന്. ഇതൊരുൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സേട്ടൻ ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, എനിക്ക് ഫോട്ടോയും അയച്ചു തന്നു കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2000 രൂപയും കണ്ടാണ് കേട്ടോ ആയത്. പക്ഷേ ഇത് പുതിയ സാധനമല്ല, ആരോ യൂസ് ചെയ്തിട്ട് പിന്നെ അവർ പുത്തിങ്ങനെ മിനുക്കി ഇടത്തില്ലേ, അങ്ങനെ മിനുക്കി ഇട്ടിരുന്നതാണ്. കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു എന്തിനാ ഇനി പുതിയത് വാങ്ങാൻ നിൽക്കുന്നത്, ഇതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ ഇത്. അപ്പോൾ കൊല്ലത്തെ ഏത് കടയാണെന്നൊന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ല, പക്ഷെ നല്ല സാധനമാണ് കേട്ടോ. അപ്പുക്കുട്ടൻ്റെ അലുക്കുലുത്ത് സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഇരുന്നോളും. ഇപ്പോൾ ഭയങ്കര ഡ്രോയിങ് ആയതുകൊണ്ട് ഡ്രോയിങ്ങിൻ്റെ ബുക്കും പടങ്ങളും എല്ലാം എടുത്തു വെച്ചുകൊണ്ടാണ് സ്കൂളിലോട്ട് പോകുന്നത്. എന്തുവാ 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, 2 പേരെ ഇപ്പോൾ കാണാനുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞുണ്ടല്ലോ എപ്പോഴും അകത്തോട്ട് കയറി വരും. എനിക്ക് അകത്തോട്ട് കയറ്റാൻ വലിയ പേടിയാണ്, അതുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറ്റൂല. ഞാനിങ്ങനെ തട്ടി പുറത്തോട്ട് പറഞ്ഞു വിടും കേട്ടോ. കാരണം എനിക്ക് പേടി ഇതിൻ്റെ നഖം എങ്ങാനും കൊണ്ടാ. കാരണം വീട്ടിൽ അമ്മയൊക്കെ ഇതിൻ്റെ നഖമൊക്കെ കൊണ്ടിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് പേടിയാണ്. പട്ടിക്കുട്ടിയൊന്നും എടുക്കാൻ പേടിയില്ല, പക്ഷെ പൂച്ചകളോട് എന്തോ ഒരു ഭയമാണ് കേട്ടോ. പക്ഷെ ഞാൻ ആഹാരം കൊടുക്കുമ്പോൾ എൻ്റെ അടുത്തുനിന്ന് മാറാറൊന്നുമില്ല, എങ്കിലും ഇത് ആന്തിയാലോ എന്ന് എനിക്ക് പേടിയാണ്. അപ്പം വരുന്നത് വിശക്കുമ്പോഴാണ്. വിശക്കുമ്പോൾ എൻ്റെ അടുക്കള സൈഡിൽ വന്ന് എന്നെ അങ്ങ് വിളിക്കും. അപ്പം ഞാൻ ഇറങ്ങി ഇതുപോലെ ആഹാരം വെച്ചേക്കും. ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ വെള്ളവും ഒരെണ്ണത്തിൽ ഇതുപോലെ ചോറോ മീനോ എന്തുവെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കും. ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരാൾ കളിക്കാൻ വേണ്ടി ഓടിപ്പോയി കേട്ടോ. ഇവിടെ മരങ്ങളിൽ മൊത്തം ഓടിക്കളിയാണ് ഇവരുടെ പരിപാടി. ഇതേ കണ്ടോ, ഇതുപോലാണ്. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. അങ്ങനെ അകത്ത് വന്ന് നോക്കിയപ്പോൾ എൻ്റെ അപ്പക്കുട്ടനാണെങ്കിൽ ഒരു ചപ്പാത്തിയും കൊണ്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. ആഹാരം കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. വഴക്കൊക്കെ പറഞ്ഞാണ് ഒരു ചപ്പാത്തിയെങ്കിലും എങ്ങനെങ്കിലും ഒക്കെ കഴിച്ച് തീർപ്പിക്കുന്നത്. അങ്ങനെ അവനെ കുറേ നേരം നോക്കി നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ പൊട്ടിയില്ലേ രാവിലെ കുറച്ച് പാത്രം, അത് ഞാൻ കോരിക്കളയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കോരിക്കളയാമെന്ന് വിചാരിച്ചു. ഈ ഒരു കറുത്ത പ്ലേറ്റ് ഞാൻ വാങ്ങിയ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ പകുതി മുക്കാലും പൊട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഭയങ്കരമായിട്ട് തെന്നുന്നുണ്ട്. മെയിനായിട്ട് പൊട്ടുന്നത് പാത്രം കഴുകാൻ നേരത്താണ് ഇതുപോലുള്ള പാത്രങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടുന്നത്. അങ്ങനെ അപ്പുക്കുട്ടനാണെങ്കിൽ ഡ്രസ്സ് ഇടുകയാണ് കേട്ടോ. ക്യാമറ എവിടെ ഇരിക്കുന്നുണ്ട്, അവൻ സൈഡിൽ മാറി നിന്ന് എന്നെ കാണാതെ ഇടുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മേ ഞാൻ ഷോർട്സ് ഇട്ട് കഴിഞ്ഞിട്ടുള്ളതേ വീഡിയോയിൽ ഇടാവേന്ന്. അതുകൊണ്ട് അവൻ ഷോർട്സ് ഇട്ട് കഴിഞ്ഞിട്ടുള്ളതേ ഞാൻ വീഡിയോയിൽ ഇടുന്നുള്ളൂ കേട്ടോ. ഐ ഡി കാർഡ് ക്യാച്ചായിട്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. ഞാൻ കൈ കൊണ്ട് കൊടുത്തതിനാണ് ഈ പരാതി പറയുന്നത്. അങ്ങനെ അവൻ്റെ ബെൽറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. ഇനി സോക്സ് ആണ് കേട്ടോ. സോക്സ് അവൻ എങ്ങനെ ഇട്ടാലും അവന് കറക്റ്റായിട്ട് അത് ഇടാൻ അറിയില്ല. കാരണം അവൻ എന്തോ തട്ടുന്ന പോലെ തോന്നുന്നു പറയും. അങ്ങനെ അപ്പുക്കുട്ടൻ ഞാൻ കാലിൽ സോക്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു പുറത്ത് പോയി ഷൂ ഇട്, നമുക്ക് ബസ് വരാൻ സമയമായെന്ന്. അങ്ങനെ അവൻ ഓടിപ്പോയി ഷൂ ഒക്കെ എടുത്തിട്ടു. നല്ല മഴയുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഇവർക്ക് ഷൂ ഇടണമെന്ന് നിർബന്ധമില്ല. ഇവർക്ക് കറുത്ത ഒരു ചെരുപ്പ് ഇട്ടാൽ മതി കേട്ടോ. ഇങ്ങനെ ബെൽറ്റ് ചെരുപ്പില്ലേ, അത് ഇട്ടാലും മതി. അങ്ങനെ അപ്പു ഇന്ന് ഷൂ ഒക്കെ ഇട്ടിട്ട് ഇറങ്ങുകയാണ്. രാത്രി മഴയുണ്ടായിരുന്നു, പക്ഷെ പകല് മഴയൊന്നും ഇല്ല കേട്ടോ. ഇറങ്ങോ ഓ ഞാൻ ഓടി വരും. അങ്ങനെ അപ്പുക്കുട്ട ഫ്രണ്ടിൽ ഓടി കേട്ടോ. ബസ് വരാൻ ടൈമായി. അപ്പോൾ അവനെ കൊണ്ടുവിട്ടിട്ട് ഇനി വീട്ടിൽ വരാം. ബസ് വരാൻ പിന്നെ സമയം ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തൊട്ടാവാടിയിലൊക്കെ തൊട്ട് നിന്ന് കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പുക്കുട്ടൻ ഇത് ആദ്യം അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവൻ അറിയുന്നത് ഇതുപോലെ ഇല തൊട്ടാ വാടും എന്നുള്ള കാര്യം. അതെല്ലാം വീഡിയോയിൽ പട്ടണത്തുമുണ്ട്. അന്ന് തൊട്ട് ഈ ഇല കണ്ട അവനിങ്ങനെ പോയി തൊട്ടൊക്കെ നോക്കാറുണ്ട് കേട്ടോ. ഇന്നെന്തായാലും ഞാനും കുറച്ച് നേരം നിന്ന് എല്ലാത്തിലും ഒന്ന് തൊട്ട് നോക്കി. ഞങ്ങൾ 2 പേരും കൂടെ റോഡിൽ കുറച്ച് നേരം ഇങ്ങനെ നിന്നൊക്കെ വായി നോക്കും കേട്ടോ. അപ്പം ഞാൻ അവനോട് പറഞ്ഞു മോനെ ഇന്ന് അമ്മുമ്മയെ കാണാൻ പോവൂ അമ്മ എന്നൊക്കെ വിശേഷങ്ങൾ പറയുകയാണ്. ഇല്ലെങ്കിൽ അവന് സങ്കടമാവും പറയാതെ പോയി കഴിഞ്ഞാൽ. അങ്ങനെ അവൻ ഞാനിവിടെ വരാം അമ്മയെന്ന് പറഞ്ഞപ്പോൾ വേണ്ട മോനെ വേറൊരു ദിവസം കൊണ്ടുപോകാം, ഇപ്പം സ്കൂളിൽ പോകാൻ പറഞ്ഞപ്പോൾ അവൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ബസ് വന്നു കേട്ടോ. അങ്ങനെ അപ്പക്കുഞ്ഞിന് ടാറ്റയൊക്കെ കൊടുത്തിട്ട് രാവിലത്തെ വലിയൊരു അംഗം കഴിഞ്ഞു കേട്ടോ. എൻ്റെ ഏട്ടനും പോയിട്ടുണ്ടായിരുന്നു. 2 പേരെ പറഞ്ഞു വിട്ടിട്ട് ഇനി വീട്ടിൽ ചെന്ന് ഒന്ന് റെഡിയായിട്ട് നമുക്ക് അമ്മുമ്മയെ കാണാൻ വേണ്ടി പോകണം. അപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി ഷീജാൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. വഴിയിൽ പ്രേതമായിട്ട് വന്നു ക്യാമറ എടുക്കുന്നാണ്ടാ പോടി. ടാറ്റാ. അങ്ങനെ നമ്മൾ അപ്പുക്കുട്ടനെയൊക്കെ വണ്ടി കയറ്റി വിട്ടു. ഇനി വേഗം
ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കാം. ആദ്യം ഞാൻ കാറിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മഴയായതുകൊണ്ട് സീച്ചേട്ടന് കാർ എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഓട്ടോയിൽ പൊക്കോ. എങ്കിൽ ഓട്ടോ. അപ്പോൾ ചേച്ചി എന്നെ വിളിക്കാൻ വരും. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയി റെഡി ആവട്ടെ. ഉച്ചക്കത്തേക്കുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാൻ നല്ല പോലെ തൂത്തുവാരി തുടച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ അതെൻ്റെ ചെമ്പകം കാണിച്ചു തരട്ടെ. അങ്ങനെ അകത്ത് വന്ന് ഡ്രസ്സ് ആദ്യം ഞാൻ ഇതാണ് കേട്ടോ എടുത്തിട്ടത്. പിന്നെ എനിക്ക് എന്തോ ഒരു പോരായ്മ പോലെ. ചില ദിവസം ചില ഡ്രസ്സ് ഇടുമ്പോൾ അങ്ങോട്ട് നമുക്ക് സുഖിക്കത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് നീ ഡ്രസ്സ് ഇട്ടപ്പോൾ അത്രയ്ക്ക് സുഖിച്ചില്ല. അങ്ങനെ ഞാൻ പിന്നെ പോയി ഈ ഡ്രസ്സ് മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് എടുത്തിട്ട് കേട്ടോ. ഭയങ്കര ലൂസാട്ടോ ജീൻസിലോട്ടിന്. പിന്നെ രണ്ടും മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഡ്രസ്സ്. എവിടെയായി കയറിയിരിക്കുന്നേ? എന്ത് ചെയ്യാനാ, കുഞ്ഞല്ലേ. അങ്ങനെ ചേച്ചി വന്ന് ഞങ്ങള് വീട്ടിലോട്ട് പോവാണ്. എന്തൊരു കളറമ്മേ. തിളങ്ങി നിക്കുന്നു. അങ്ങനെ ഓട്ടോ ചേട്ടൻ വന്നപ്പോഴത്തേനും നമ്മൾ ഓട്ടോയിൽ എല്ലാരും കൂടെ കേറുകയാണ് കേട്ടോ. ഓക്കെ അടയ്ക്കാൻ പറ്റും. അങ്ങനെ അച്ഛനെ ഒറ്റയ്ക്കാക്കി നമ്മൾ വണ്ടിയിൽ കയറി പോകാൻ നേരത്ത് ഓട്ടോച്ചേട്ടൻ്റെ 2 മക്കളുടെ കാര്യം പറയാം കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നും ഒക്കെ. പിന്നെ ഈ ഇടയ്ക്കാണ് ഇവിടെ ഉള്ളയാന്ന് അറിഞ്ഞതെന്നും ഒക്കെ ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉമേനല്ലൂർ വയലാണിത്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. അങ്ങനെ പിന്നെ നമ്മൾ റെയിൽവേ ക്രോസിൽ കിടന്നു കേട്ടോ. ഇവിടെ എപ്പോഴും ട്രെയിനുണ്ട്. അതുകൊണ്ട് പോകുമ്പോഴെല്ലാം ഇതുപോലെ ഇങ്ങനെ ക്രോസിന് കിടക്കേണ്ടി വരും. പോയി ചുമ്മാ അങ്ങനെ നമ്മൾ ഇരവിപുരം ചന്തയിലെത്തി കേട്ടോ. തിരിച്ചു വരുമ്പോ പോരെ, തിരിച്ചു വഴി തന്നെയല്ലേ വരുന്നത്. അമ്മയ്ക്കുണ്ടല്ലോ ഇതുപോലെ സർക്കിട്ട് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ചന്തയിലൊക്കെ വരുന്നത്, മീനൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മൾ ചന്തയ്ക്കകത്തോട്ട് കയറിയപ്പോൾ ഇതുപോലെ കുറച്ച് അധികം തിരക്കുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ പേരിങ്ങനെ മീൻ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മീൻ, മുട്ട, ചീര, പച്ചക്കറികൾ എല്ലാം വിൽക്കാൻ വേണ്ടി സൈഡിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മീൻ വാങ്ങിക്കൊണ്ട് നമുക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ചേട്ടൻ്റെ അടുത്ത് മീൻ 200, 150 അങ്ങനെ ഓരോ വിലയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കാണുന്നത് നമ്മൾ കയറി വാങ്ങേണ്ട കാര്യമില്ലല്ലോ. എല്ലാം പോയി കണ്ട് എന്തൊക്കെ മീനുണ്ടെന്ന് അറിഞ്ഞിട്ട് അവസാനം മീൻ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും ചേച്ചിയും കൂടി തെള്ളിൻ്റെ ഇടയിൽ കൂടെ പോവുകയാണ്. ചേച്ചി ഇതെന്തുവാ?
കിലോ കപ്പക്കിഴങ്ങ് 50 രൂപ, ബീൻസ് 40 രൂപ. നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് കിട്ടുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ ചൂര വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഒരെണ്ണം അമ്മുമ്മയ്ക്ക് വാങ്ങിച്ചു, ഒരെണ്ണം അമ്മയ്ക്ക്, ഒരെണ്ണം എനിക്ക്. അപ്പോൾ അതിന് എത്ര രൂപയായെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ നോക്കിയാൽ മതി കേട്ടോ ഞാൻ കൊടുക്കുന്നത്, കാരണം എനിക്കിപ്പോൾ അത് ഓർമ്മയില്ല. പിന്നെ ഇവിടെ അമ്മുമ്മയ്ക്ക് കപ്പക്കിഴങ്ങ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് കപ്പക്കിഴങ്ങ് കൂടെ വാങ്ങിച്ചു. പിന്നെ എനിക്ക് പയറ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ചേച്ചി ഇതാ വീഡിയോ എടുത്തെടുത്തങ്ങ് കാട്ടിലോട്ട് പോകുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അണ്ണൻ്റെ പരിപാടി ചെയ്യരുത്, എന്നെ അണ്ണനെ ഇതുപോലെ പ്രകൃതിരമണിയെ എടുക്കാൻ നിൽക്കും. ഞാൻ പറയും മനുഷ്യൻ എന്നെ എടുക്കും നിങ്ങൾ. കിഴങ്ങ് 100 രൂപ, 2 കിലോ കിഴങ്ങ് 100 രൂപ. മീൻ കുറേ മീൻ വാങ്ങാന്നൊക്കെ പറഞ്ഞാൽ പോയെങ്കിലും അവിടെ ചെന്നിട്ട് ഞങ്ങൾ ചൂര മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ നാസറണം തരുന്ന അത്ര ലാഭമൊന്നും ഇവിടെ ആരും തരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മീനേ വാങ്ങിച്ചിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ അവിടെ ഒരു കടയിൽ നിന്ന് കാന്താരിമുളക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കാന്താരിമുളകിനോടൊക്കെ ഇച്ചിരി ആർത്തി ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് കാന്താരിമുളക് വാങ്ങണമെന്ന്. അങ്ങനെ നമ്മുടെ ഓട്ടോച്ചേട്ടൻ ഇവിടെ പോയെന്ന് പറഞ്ഞ് തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ബാക്കിൽ നിന്ന് ഓട്ടോച്ചേട്ടൻ വരുന്നത് കണ്ടേ. വിളിക്കണ്ടേ ഓട്ടോയെ? അമ്മ ബാക്കിലുണ്ട്. ഞാൻ ഫോൺ കൊടുത്ത് നോക്കിയപ്പോ പ്രകൃതി രമണി എടുത്തോണ്ട് നിക്കുന്നവിടെ. ഇത് തന്നെ അണ്ണന് ആളുകൾക്ക് ഒന്ന് വാങ്ങണമെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മൾ കുറച്ച് മുന്നിൽ ഇങ്ങനെ കാന്താരിമുളകൊക്കെ വിൽക്കുന്ന കണ്ടെന്ന്. അങ്ങനെ ഓട്ടോയിൽ കയറി അവിടെ ചെന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ കാന്താരിമുളകും ഉണ്ടമുളകും ചേനയും ചീമ്പി എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉണ്ടായിരുന്നു അവിടെ. ചെന്നിട്ട് ഞാൻ ഓരോന്നിൻ്റെ വില ചോദിക്കാൻ തുടങ്ങി കേട്ടോ. പുളി എത്ര, കാന്താരി എത്രയെന്ന്. അപ്പോൾ കാന്താരി എത്ര രൂപയ്ക്ക് വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു എനിക്കത് അറിയത്തില്ല എത്ര രൂപയ്ക്ക്, കാരണം എനിക്കൊരു ഐഡിയ ഉണ്ട് എന്തോരം വാങ്ങണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ആദ്യം 50 രൂപയ്ക്ക് ഇടാൻ. അപ്പോൾ അത് കണ്ടിട്ട് ഇനിയും വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞു ഞാൻ ആ ചേട്ടനോട്. രൂപയ്ക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ വളരെ കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 100 രൂപയ്ക്ക് ഇട്ടോളാൻ പറഞ്ഞു. 100 രൂപയ്ക്ക് കാന്താരിമുളക് വാങ്ങിച്ചു. പിന്നെ ഞാൻ ചീനി, ചേമ്പ്, കാച്ചിലി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കുറേശ്ശെ വാങ്ങിച്ചു കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ പുഴുങ്ങും. എന്നിട്ട് അതെല്ലാം കൂടി ഒരു വാഴയിലയിലൂടെ തട്ടിയിട്ട് ഈ കാന്താരിമുളകിൻ്റെ ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ വേണ്ടി ഇരിക്കും. അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് അതെല്ലാം കൂടെ ഞാൻ വാങ്ങിച്ചു. അമ്മയും ദേ ഓട്ടോ ചേട്ടനും കൂടെ ഓട്ടോയ്ക്കകത്ത് തന്നെ ഇരിക്കുക, ഇറങ്ങിയിട്ടില്ല കേട്ടോ. അമ്മയ്ക്ക് ചീനി വേണോ? എനിക്ക് വേണ്ട. ചേനൊക്കെ ഇട്ട് പുഴുങ്ങുന്നതല്ലേ? ഇതെത്രയാ? അതുകൂടെ ഓർമ്മ കേട്ടോ. അങ്ങനെ അവിടെ ഇരിക്കുന്ന വാഴയുടെ കൂമ്പൊഴിച്ച് ബാക്കി എല്ലാം ഞാൻ കുറേശ്ശെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നാടൻ സാധനമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ട് വീട്ടിൽ ഇരുന്ന് പുഴുങ്ങി തിന്നുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. എന്നിട്ട് ഞങ്ങളത് അസ്ത്രം കറിയാക്കി കഴിച്ചു. അതായിരുന്നു നടന്നത്. അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് നമ്മൾ തിരിച്ച് നമ്മുടെ ഓട്ടോയിലോട്ട് ചെന്ന് കയറുകയാണ്. ഇവിടെ തൊട്ടപ്പുറത്താണ് കേട്ടോ അമ്മൂമ്മ. പോയി കയറിക്കോ. ആ മഞ്ഞയും കാത്ത് നിന്നിട്ട് കുറെ നേരമായി. എല്ലാം ഉണ്ട്. അമ്മ അകത്തോണ്ട് ഇറക്കും. അതിനകത്തിരുന്നോ? നമ്മളതിനപ്പോ ചോദിക്കുന്നേ നമുക്ക് പണിയൊന്നുമാ. പിന്നെ 10:30 ഇപ്പൊ മഴ
ഇതെല്ലാം അമ്മയ്ക്ക് കൊണ്ടുവന്നു അമ്മ. ഈ ഒരു മുറ്റം കണ്ട ഇതെല്ലാം ഇതുപോലെ ആക്കി ഇടുന്നത് അമ്മുമ്മയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായത്തിലും നല്ല പയറുമണി പോലെ ഇവിടെ എല്ലാം നടന്ന് തൂത്ത് വൃത്തിയാക്കി ഇടും കേട്ടോ. പണ്ടേ ഇങ്ങനെയാണ്, എല്ലാം വൃത്തിയാക്കി ഇടും. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്ന് തൂത്തില്ലെന്ന്. പക്ഷെ ചൂരിൻ്റെ പാടിങ്ങനെ കാണുമല്ലോ, അതുപോലത്തെ മണ്ണാണ്, നല്ല വൃത്തിയാക്കി ഇടും കേട്ടോ എല്ലാം. പൊട്ടിയോ അമ്മയോ? അങ്ങനെ അമ്മുമ്മയ്ക്ക് ചട്ടിക്കകത്ത് മീൻ വെച്ചു കൊടുത്തു കേട്ടോ. എല്ലാവർക്കും ഓരോ മീൻ വെച്ചാണ് വാങ്ങിച്ചത്. അപ്പോൾ അമ്മുമ്മയുടെ പങ്കുള്ള മീൻ ചൂര ഇങ്ങനെ വെച്ചു കൊടുത്തു. അമ്മുമ്മയ്ക്ക് ചൂരയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ആരുടെ അമ്മുമ്മയാണെന്ന് വെച്ചാൽ സീച്ചേട്ടൻ്റെ അമ്മുമ്മ, അതായത് എൻ്റെ അമ്മായിയമ്മയുടെ അമ്മയാണ് കേട്ടോ ഇത്. ഞാൻ മറ്റേ പാലൊഴിക്കത്തില്ല, അല്ലാതെ ഇങ്ങനെ ചുമ്മാ കുടിക്കത്തില്ല. ഇവിടെ എന്നിട്ട് കൂടുതൽ എനിക്ക് ഈ ഏത്തപ്പഴം പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിരുന്ന് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് പഴുത്തു പോകരുത്, എന്നാൽ മധുരം ഉണ്ടാവണം, അങ്ങനെ ഒരു രീതിയിലാട്ടോ എനിക്കിഷ്ടം. അങ്ങനെ ഞാനത് അവിടെ ഇരുന്ന് കഴിച്ചു. ചേച്ചിക്ക് വേണ്ടെന്ന് പറഞ്ഞു, ചേച്ചി ഒരെണ്ണം എങ്ങാണ്ടേ കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ കാപ്പി കൊണ്ടുവച്ചപ്പോൾ എനിക്ക് മധുരം, ഞാൻ ചായയും കാപ്പി അങ്ങനെ കുടിക്കാറില്ല, പക്ഷെ കുടിക്കുവാണെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് മധുരം വേണം കേട്ടോ. അങ്ങനെ രണ്ടാമത് പോയി മധുരം ഇട്ട് ഒന്നും കൂടെ നല്ലപോലെ ഇരുന്ന് കുടിച്ചപ്പോൾ ആ ഹന്തസ് ഞാൻ കഴിച്ചു. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മയ്ക്ക് എങ്ങാണ്ട് പുട്ടുകൂടം വേണോന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയുടെ അമ്മ അത് എടുത്ത് വെക്കാൻ പറഞ്ഞപ്പോൾ ചേച്ചി അതിൻ്റെ അകത്ത് ചില്ലെടുത്ത് വെച്ചില്ല കേട്ടോ. അപ്പോൾ ചില്ല് ഇവിടെ ഉണ്ടെന്നൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ കയറിയാലേ അവര് കേറത്തോട്. അടുത്താണോ ഒരു കൊതിന്നാണോ പറയാം. എന്നെ കയറ്റുന്നില്ല അവര്. എന്നെ അറിയോ? ഇല്ല. അറിയും. ഒരു പ്രാവശ്യം കൂടെ വരുമ്പോ നല്ല പരിചയമാവും. അതെ. എന്റെ വിരലില് കടിക്കാമോ? പല്ലില്ലാത്തോണ്ട് ഞാൻ എന്റെ അമ്മയുടെ അമ്മ എങ്ങനെ കഴിക്കുന്നത്, വിരല് വായി വെച്ചു കൊടുക്കും, കടിക്കാൻ അങ്ങോട്ടും ചെറുകാലം തെറ്റും. എന്നിട്ട് ചെല്ലയിൽ ഇങ്ങനെ കുത്തുമ്പോ വിരല് മൊത്തം കയറി പോകും. ചെറുപ്പായിട്ടിരിക്കുന്നതേ ഉള്ളൂ, നല്ല പ്രായമുണ്ട്. എന്റെ 19 വയസ്സുണ്ട്. പറയൂ. പറയാം. ടാറ്റാ. ഓക്കെ. എനിക്ക് വീടും പരിസരവും ഒക്കെ ഇഷ്ടപ്പെട്ടു, നല്ല രസം. വീടും പരിസരവും എല്ലാം ഇഷ്ടപ്പെട്ട് നല്ല രസം ഉണ്ടെന്ന്. വൈകിട്ട് തിരിച്ചുകൊണ്ടാക്കാം. അത് രണ്ടുപേരുടെ കടിച്ചോണ്ടിരുന്നു. ടാറ്റാ. നമ്മുടെ 12 മണി ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് കെട്ടും കിടക്കൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. കെട്ടുണ്ട് കിടക്ക ഞാൻ കണ്ടില്ല. ഹോളില് കെട്ടി വെച്ചിട്ടുണ്ട്, അമ്മ കണ്ടിട്ടില്ല. കെട്ടൊക്കെ കയ്യിലിരുന്നുണ്ട്. അപ്പൊ ഞാൻ മീന് തീറ്റയും വാങ്ങിച്ചു. ട്രെയിൻ വന്നു. ഇത് കേറോ? കേറ്. ഞാൻ ഓട്ടോയിൽ കേറും. ഈ യന്ത്രത്തിന്റെ എങ്ങനെയാണ് മുകളിലോട്ട് പൊക്ക്? ശുശു പ്രായം കുറഞ്ഞ ഒട്ടച്ചേട്ടാ.
ഇങ്ങോട്ട് നോക്കാൻ തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല പ്രായമുണ്ട്, 50-60 വയസ്സുണ്ട്. കണ്ടേ എല്ലാവർക്കും അറിയാം എനിക്ക് 25-ാമത്തെ വയസ്സായി. അതെ, 25 വയസ്സുള്ള അമ്മയും. അയ്യോ, ഞങ്ങൾ രണ്ടുപേരും ഒരു വയസ്സാ. അല്ല, അതെ 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 അതെ, നിങ്ങൾ രണ്ടുപേരും ഒരേ പ്രായം കേട്ടോ. ആന്ന് യഥാർത്ഥത്തിൽ സത്യമായിട്ട് എന്നെക്കാട്ടി എത്ര വയസ്സുള്ളപ്പോ? അതെ, 3-4 വയസ്സിന് ഡിഫറൻസ് അല്ലേ? ഞങ്ങള് തമ്മിൽ 12-15 വയസ്സിന് വ്യത്യാസമുണ്ട്. ഇങ്ങനെ അങ്ങനെ ഓക്കെ ബൈ. അണ്ണന്റെ പെണ്ണുങ്ങൾ കുറച്ച് അങ്ങനെ അമ്മ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് പിടിച്ചപ്പോൾ ഞാനും ഒന്ന് നിർബന്ധിച്ചപ്പോൾ അവിടെ നിന്ന് കേട്ടോ. എന്നാൽ പിന്നെ ചോറുണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അമ്മയുടെ കറികളെല്ലാം എടുത്ത് ടിവിയുടെ മുന്നിലോട്ട് ചോറുണ്ണാൻ വേണ്ടി അങ്ങ് കയറി. ആദ്യം ഞാൻ കയറിയെന്നേ ഉള്ളൂ കേട്ടോ. അച്ഛനൊക്കെ ആണെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് തന്നെ ചോറുണ്ണത്തുള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ പുറയിൽ ശ്രുചേച്ചി അമ്മ എല്ലാവരും അങ്ങ് പോരും കേട്ടോ ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ എനിക്ക് വെള്ളമൊക്കെ കൊണ്ടുവച്ചു. പിന്നെ എന്തൊക്കെയോ കറികളൊക്കെ എടുത്തുകൊണ്ട് തരുന്നുണ്ട് കേട്ടോ പിന്നെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് അങ്ങ് വീട്ടിലോട്ട് പോവുകയാണ്. കാരണം നമുക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ വരുന്നതിന് മുമ്പ് നമുക്കിതെല്ലാം തീർത്ത് വെച്ചിട്ട് അവനെ പോയി പിക്ക് ചെയ്യണം. സെറ്റ്. ഓക്കേ. ഓ, ഗേറ്റിന്റെ പുറത്ത് തട്ടിയിട്ടിട്ട് പോരെ. പച്ചക്കറി വല്ലതും തട്ടാനുണ്ടോ? എന്നെ തട്ടിയിട്ട് വരാൻ. ഞാൻ പോയിട്ട് വരാം. ടാറ്റാ. ഫോൺ വേണോ? പോക്കറ്റ് വെച്ചേക്കട്ടെ. ടാറ്റാ ബൈ ബൈ. ടാറ്റാ ബൈ ബൈ. ആറ്റാ ചന്തിയും ചോർത്തോണ്ടിരിക്കുന്നു. ടാറ്റാ. വൈകിട്ട് നേരത്തെ പറഞ്ഞ അത് മുഴുവനെ എടുത്ത്. ആ, ഞാൻ വേഗം പോയി എടുത്തേക്ക്. ടാറ്റാ. ഞാനങ്ങനെ വരും. വണ്ടി ഇറങ്ങുന്നില്ല. വാ മഴ വാ മഴ. ഇയാള് പോവാതെ വാ. അത് 4 മണിക്കല്ലയോ, പോയി കിടന്ന് ഉറങ്ങാനല്ലയോ. കേറ്. ടാറ്റാ. വാടി. ടാറ്റാ. അങ്ങനെ അപ്പുക്കുട്ടൻ വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെ അംഗങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവനെ ട്യൂഷന് കൊണ്ടുവിടുവാണ്. പിന്നെ ഏട്ടനെ ഇന്ന് പല്ലടത്തണം കേട്ടോ. ഏട്ടൻ പല്ലിൽ കമ്പി ഇടാൻ പോവുകയാണ്. അപ്പോൾ അതിന് കൊണ്ടുപോവാണ്. അപ്പോൾ അപ്പുക്കുട്ടന് ടാറ്റയൊക്കെ കൊടുത്ത് നമ്മൾ നേരെ ഏട്ടൻ്റെ പല്ലടത്താൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ. സീ.